റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 38ാമത്തെ നിയമം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചിന്തിക്കുക, മറ്റുള്ളവരെപ്പോലെ പെരുമാറുക. ഈ നിയമം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആശയങ്ങൾ ഉണ്ടാക്കുക, എന്നാൽ അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. നിങ്ങൾ ഒരു കൂട്ടത്തിലായിരിക്കുമ്പോൾ ആ കൂട്ടത്തിന്റെ നിയമങ്ങളും വിശ്വാസങ്ങളും അനുസരിക്കുക. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിശ്വാസം നേടാൻ സഹായിക്കും. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം രഹസ്യമാക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് ഒരു നിഗൂഢ നൽകും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന തത്വം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുക, എന്നാൽ നിങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുക എന്നതാണ്. ഭൂരിഭാഗം ആളുകളും സമൂഹത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നു. അവർക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഭയമാണ്. നിങ്ങൾ ഒരു പുതിയ കാര്യം ചിന്തിക്കുമ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. നിങ്ങൾ ഒരു സാധാരണക്കാരനെപ്പോലെ പെരുമാറുക. ഇത് നിങ്ങൾക്ക് അവരുടെ വിശ്വാസം നേടാൻ സഹായിക്കും. നിങ്ങൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആശയങ്ങൾ രഹസ്യമാക്കുക. നിങ്ങളുടെ പുതിയ ആശയങ്ങൾ, ചിന്തകൾ എന്നിവയെല്ലാം രഹസ്യമാക്കുക. സാധാരണക്കാരനെപ്പോലെ പെരുമാറുക. നിങ്ങൾ ഒരു സാധാരണക്കാരനെപ്പോലെ പെരുമാറുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചുവെക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആളുകളെ അറിയിക്കാതിരിക്കുക. ആളുകൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ രഹസ്യമാക്കുക, എന്നാൽ മറ്റുള്ളവരെപ്പോലെ പെരുമാറുക. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. ചാണക്യൻ നന്ദ രാജാവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു സാധാരണക്കാരനെപ്പോലെയാണ് പെരുമാറിയത്. ചാണക്യൻ തന്റെ ചിന്തകൾ രഹസ്യമാക്കി വെക്കുകയും എന്നാൽ മറ്റുള്ളവരെപ്പോലെ പെരുമാറുകയും ചെയ്തു. ഈ തന്ത്രം കാരണം ചാണക്യന് നന്ദയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. സിനിമ. ഹാരി പോട്ടർ വോൾഡ്മോർട്ടിനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അവൻ ഒരു സാധാരണ കുട്ടിയെപ്പോലെയാണ് പെരുമാറിയത്. എന്നാൽ ഹാരിയുടെ മനസ്സിൽ വലിയ ചിന്തകളുണ്ടായിരുന്നു. ഹാരിയുടെ ഈ പെരുമാറ്റം കാരണം വോൾഡ്മോർട്ടിന് ഹാരിയെ നേരിടാൻ കഴിഞ്ഞില്ല. ചരിത്രം. ഗലീലിയോ ഗലീലിക്ക് ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് അറിയാമായിരുന്നു. എന്നാൽ ആ സമയത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നാണ്. ഗലീലിയോ തന്റെ ഈ പുതിയ ചിന്ത രഹസ്യമാക്കി വെച്ചു, കാരണം അദ്ദേഹത്തിന് മതത്തെ ഭയമായിരുന്നു. അദ്ദേഹം ഒരു സാധാരണക്കാരനെപ്പോലെയാണ് പെരുമാറിയത്. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ ഗാൾഡ്രിയൽ എന്ന കഥാപാത്രം ഒരു സാധാരണ കഥാപാത്രമാണ്. എന്നാൽ അവളുടെ മനസ്സിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടായിരുന്നു. ഗാൾഡ്രിയൽ അവളുടെ ചിന്തകൾ രഹസ്യമാക്കി വെച്ചു. ചരിത്രം. ക്രിസ്റ്റഫർ കൊളംബസ് പുതിയ ലോകം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ലഭിക്കില്ലെന്ന് ആളുകൾക്ക് അറിയാമായിരുന്നു. എന്നാൽ കൊളംബസ് തന്റെ ചിന്തകൾ രഹസ്യമാക്കി വെച്ചു. സിനിമ. ദി ഡാർക്ക് നൈറ്റ്. ബാറ്റ്മാൻ ഒരു സാധാരണക്കാരനെപ്പോലെയാണ് പെരുമാറിയത്. എന്നാൽ അദ്ദേഹത്തിന് വലിയ ചിന്തകളുണ്ടായിരുന്നു. ബാറ്റ്മാൻ തന്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ചു. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട് റഷ്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു സാധാരണ സൈനികനെപ്പോലെയാണ് പെരുമാറിയത്. എന്നാൽ അദ്ദേഹത്തിന് വലിയ ചിന്തകളുണ്ടായിരുന്നു. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ ഒരു മാഫിയ തലവനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു സാധാരണക്കാരനെപ്പോലെയാണ് പെരുമാറിയത്. ഡോണിന്റെ ഈ പെരുമാറ്റം കാരണം ആളുകൾക്ക് ഡോണിനെ വിശ്വസിക്കാൻ കഴിഞ്ഞു. ചരിത്രം. ലിയോനാർഡോ ഡാവിഞ്ചി ഒരു സാധാരണ കലാകാരനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വലിയ ചിന്തകളുണ്ടായിരുന്നു. ഡാവിഞ്ചി തന്റെ ചിന്തകൾ രഹസ്യമാക്കി വെച്ചു. ഈ തന്ത്രം കാരണം അദ്ദേഹത്തിന് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിഞ്ഞു. സിനിമ. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു സാധാരണക്കാരനെപ്പോലെയാണ് പെരുമാറിയത്. എന്നാൽ ഡോക്ടർക്ക് വലിയ ചിന്തകളുണ്ടായിരുന്നു. ഡോക്ടറുടെ ഈ പെരുമാറ്റം കാരണം ഗംഗയുടെ കുടുംബത്തിന് ഡോക്ടറെ വിശ്വസിക്കാൻ കഴിഞ്ഞു.